ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തെക്കുറിച്ചാണ്. തജിസ്മോന് നമ്മളിവിടെ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗണപതി ഭഗവാന് കൊടുക്കാനായിട്ട് ഒരു കർപ്പൂരവും ഒരു കറുകമാലയും മേടിച്ച് വെച്ചു. അതിനുശേഷം നമ്മൾ അപ്പുറത്തെ ആ പരബ്രഹ്മ സന്നിധിയിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ കുറേ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത് കണ്ട് കുഞ്ഞിന് കുറേ നാളായിട്ട് തൊപ്പി മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആദ്യം മേടിച്ച ഒരു തൊപ്പി വെച്ചു, പക്ഷെ അത് ചെറുതായതുകൊണ്ട് പിന്നെ നമ്മളത് മാറി വേറെ ഒരു തൊപ്പി മേടിച്ച് വെച്ച്. ഏതായാലും തേജസ്മോന് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല തൊപ്പി വെച്ചാൽ. ഞങ്ങൾ വിചാരിച്ചെടുത്ത് കളയുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അയാൾ അനങ്ങിയില്ല. തൊപ്പി വെച്ച് സന്തോഷത്തോടെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ പോയി അപ്പുറത്ത് പരബ്രഹ്മ സന്നിധിയിലേക്ക് പോയപ്പോൾ ഭഗവാന്റെ വാഹനമായ കാളയെ തൊഴുതു. തേജസ്മോൻ തൊഴുതു, നമ്മളും തൊഴുതിട്ട് പരബ്രഹ്മ സന്നിധിയിലേക്ക് കയറി. തേജസ്മോൻ കരഞ്ഞു തോന്നുന്നില്ല. കാളയെ കാണുമ്പോൾ കരയുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ കരഞ്ഞു തോന്നുന്നില്ല. അച്ഛൻ എണ്ണ മേടിച്ച് അവിടുത്തെ വിളക്കിലെല്ലാം ഒഴിക്കുകയാണ്. അതും അവിടുത്തെ ഒരു നേർച്ചയാണ്. വിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് ഇനി നമ്മൾ ആൾരൂപം മേടിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ പ്രതിഷ്ഠയോ ശ്രീകോവിലോ ഒന്നുമില്ല. ആൽത്തറയിലാണ് പരബ്രഹ്മ സങ്കല്പം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ തൊഴുത് ആൾരൂപം പോയി മേടിച്ചു. ഇനി അത് തലക്കൊഴിഞ്ഞ് വെച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളവിടെ നിന്നൊരു ആൾരൂപം കുഞ്ഞിന് വേണ്ടി മേടിച്ചു. തേജസ്മോൻ്റെ തലയ്ക്ക് ഒഴിഞ്ഞ് പരബ്രഹ്മസ്വാമിക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. തേജസ്മോന് ഭയങ്കര വിഷമമൊക്കെ വരുന്നു. അമ്പലത്തിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ കുഞ്ഞുടനെ തലയെ തൊട്ട് തൊഴും. അപ്പോൾ അത് ആൾരൂപത്തെ നമ്മൾ സമർപ്പിച്ച് ഇനി നമ്മൾ അപ്പുറത്ത് ദേവിയുണ്ട്, പാർവതി ദേവിയുണ്ട്. ദേവിയുടെ ആൽത്തറയിലും പോയി തൊഴുതു. അപ്പുറത്ത് നാഗക്കാവിലും ബാക്കി എല്ലാ കാവിലും പോയി തൊഴുതു. അതിനുശേഷം അമ്മ തേജസ്മോന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് കയറി. തേജുവിന് എന്തെങ്കിലുമൊക്കെ മേടിക്കാനാണ് പ്ലാന്. ഒരു പമ്പരം മേടിച്ചു, പിന്നെ കാറുള്ളൊരു ബൈക്ക് മേടിച്ചു. നമ്മൾ കാണിച്ചില്ല, ഒരു ബൈക്കും മേടിച്ചു. ഇനി വന്ന് നമ്മളവിടെ ഇരിക്കുകയാണ്. തേജസ്മോൻ ഭയങ്കരമായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. നല്ല ദൂരമുണ്ട് നമുക്കവിടെ നിന്നോട്ട്. 2-3 ബസ് കയറി വേണം വരാൻ. അപ്പോൾ കുഞ്ഞ് ശരിക്കും കുഴഞ്ഞ്. അത് നമ്മളവിടെ കുറച്ച് നേരം വിശ്രമിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, ഇവിടെ വരുന്ന എല്ലാവരും കഞ്ഞിയും കുടിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. നമ്മൾ ക്യൂ ആയതുകൊണ്ട് പിന്നെ കഞ്ഞി കുടിക്കാൻ കയറിയില്ല. ആൽമരം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. തന്നെയല്ല, നല്ല മണൽപ്പരപ്പ്, നമുക്ക് നടക്കുമ്പോൾ കാലൊന്നും വേദനിക്കത്തില്ല. നല്ല അന്തരീക്ഷം. അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഭഗവാനെ കാണാനായിട്ട് ഒരു അതിഥി എത്തുന്നത്. ശിവരാത്രി ആയതുകൊണ്ട് തൊഴിക്കാൻ എത്തിയതാണോ എന്നറിയത്തില്ല, അതോ ഇനി എല്ലാ ദിവസവും വന്ന് തൊഴാറുണ്ടോ എന്നും നമുക്കറിയില്ല. നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഓച്ചിറയിലെത്തുന്നത്. എന്തായാലും ഭഗവാനെ കണ്ടു തൊഴാനായിട്ട് വന്ന അതിഥിയെ കണ്ട് എല്ലാവരും അയാളുടെ ചുറ്റിനും കൂടി തേജസ്മോനും നോക്കിയിരിക്കുകയാണ്. ഭഗവാനെ തുമ്പിക്കൈ ഉയർത്തി തൊഴുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. നിങ്ങളും കാണുക ആ അതിമനോഹരമായ കാഴ്ച. എത്ര നേരമാണ് ആ തുമ്പിക്കൈ ഉയർത്തി അങ്ങനെ തൊഴുത് അങ്ങനെ നിൽക്കുന്ന കാഴ്ച കാണേണ്ടത് തന്നെയായിരുന്നു. ശിവരാത്രി ദിവസങ്ങളുടെ ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നത്. നമ്മൾ ഈ വീഡിയോ ഇടാൻ അല്പം താമസിച്ചു പോയി. തേജസ്മോൻ എപ്പോഴും പാട്ട് കേൾക്കുന്നത് കൊണ്ട് എനിക്ക് ഫോൺ കിട്ടാറില്ല എഡിറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇന്നപ്പോൾ നേരത്തെ ഉറങ്ങിയത് കൊണ്ടാണ് ഈ വീഡിയോ എന്തെങ്കിലും നിങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നത്. നമ്മളപ്പോൾ ഭഗവാനെ കണ്ട് തൊഴുതതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്ന് അതിനുശേഷം വീണ്ടും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.